നമ്മൾ അർജുനായുള്ള തെരച്ചിലിന്റെ വാർത്ത ഇനിയും വിട്ടിട്ടില്ല. അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കാലാവസ്ഥ അനുകൂലമാകാതെ തിരച്ചിൽ പുനരാരംഭിക്കാനാവില്ല എന്ന നിലപാടിലാണ് കർണാടക സർക്കാർ. എന്നാൽ തിരച്ചിൽ തുടരണമെന്ന നിലപാടിലാണ് കേരളവും അർജുന്റെ കുടുംബവും. ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നതാണ് വെല്ലുവിളി. ഷിരൂരിൽ വീണ്ടും റോഡ് അടച്ചിട്ടുണ്ട്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് റോഡ് അടച്ചിരിക്കുന്നത്. നീർച്ചാലുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇന്നലെ ദൗത്യം അവസാനിച്ചതിന് ശേഷം പാത തുറന്നു കൊടുത്തിരുന്നുവെങ്കിലും പാത അല്പം മുമ്പ് അടച്ചു. മുബഷിർ പി അക്ബർ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും. നമ്മുടെ വാർത്താ സംഘം ഷിരൂരിൽ തുടരുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കുന്നത് ഈ തൃശ്ശൂരിൽ നിന്ന് മിനി ഡ്രഡ്ജർ എത്തിക്കണം. ആ ഡ്രഡ്ജർ എത്തിക്കുന്നത് വരെ നമുക്കൊരു കാത്തിരിപ്പുണ്ട്. അതിന് ചിലപ്പോൾ 2-3 ദിവസം സമയമെടുത്തേക്കാം. ആ ഡ്രഡ്ജർ എത്തിയാലും അവിടെ ഇറങ്ങുമോ എന്ന് ഉറപ്പില്ല. 4 നോട്ട്സിലേക്ക് ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്ക് കുറയണം. ഇന്നലെ ഇപ്പോൾ ഗതാഗതം അവിടെ ഭാഗികമായി തുറന്നു കൊടുത്തിരുന്നു ഷിരൂർ റോഡിലൂടെ. ഇന്ന് എന്താണ് അവസ്ഥ? കാലാവസ്ഥ എങ്ങനെയാണ് മുബഷിർ? ദൗത്യസംഘം പൂർണ്ണമായും ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം ഭാഗികമായി ഇവിടെയുള്ള പാത തുറന്നു കൊടുത്തിരുന്നു. അതിനുശേഷം വാഹനങ്ങളൊക്കെ തന്നെ കടന്നുപോയിരുന്നു. രാത്രി സമയങ്ങളിൽ ട്രക്കുകൾ ഉൾപ്പെടെ ആ ഒരു മേഖലയിലൂടെ കടന്നുപോയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാവിലെ ഇവിടെ എത്തിയ സമയത്താണ് ഇവിടെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അങ്കോളയിൽ നിന്നും ഈ ഒരു ഭാഗത്ത് റോഡ് കടന്നു പോകുന്നത് ശിരൂർ മേഖലയിലേക്ക് തന്നെയാണ്. ദുരന്തം ബാധിച്ച മേഖല ഉൾപ്പെടുന്ന ആ സ്ഥലത്ത് കൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാത നിലവിൽ അടച്ചിട്ടുണ്ട്. ഈ മേഖലയിലൂടെയുള്ള കുന്നുകളിൽ നിന്നും നീർച്ചാലുകളിൽ വെള്ളം ഒഴുകി വരുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. അരുൺകുമാർ തന്നെ അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ ഒരു മേഖലകളിലൊക്കെ തന്നെ അപകട ഭീഷണിയായി പശ്ചിമഘട്ട മലനിരയോട് താഴ്ഭാഗത്ത് പരിസ്ഥിതി ലോല മേഖല നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മണ്ണിടിച്ചിലുണ്ടായാൽ ഇനിയും അപകടം കണക്കിലെടുത്തുകൊണ്ടുകൂടിയാവണം ജില്ലാ ഭരണകൂടം റോഡ് വീണ്ടും അടച്ചിരിക്കുന്നത്. വാഹനങ്ങളൊന്നും തന്നെ ആ ഒരു മേഖലയിലൂടെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. തിരച്ചിലേക്ക് എത്തുമ്പോൾ ഒരു തരത്തിലും ഇന്ന് വെള്ളത്തിലിറങ്ങിയുള്ള തിരച്ചിൽ ഉണ്ടാകില്ല. പൂർണ്ണമായും ഇത് അവസാനിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാൽ മാത്രമേ ഇനി തിരച്ചിൽ ആരംഭിക്കൂ എന്നുള്ളതാണ്. അത് ഇവിടെ എത്തിച്ചേരാൻ മിനിമം 4 ദിവസം എടുക്കും. നേരത്തെ അതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യനോട് സംസാരിച്ചിരുന്നു. അവർ ഈ ശിരൂരിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നിലവിൽ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. വഴിയെയാണ് ഇങ്ങോട്ടേക്കുള്ള വഴിയെ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ ഇവിടെ എത്തി പ്രാഥമികമായ ഒരു പരിശോധന നടത്തണം. നേരത്തെ അതിൻ്റെ ടെക്നീഷ്യൻ തന്നെ സംസാരിച്ച സമയത്ത് അരുൺകുമാറിനോട് വ്യക്തമാക്കിയിരുന്നു 4 നോട്ട്സ് മൈൽ ആ ഒരു വേഗത്തിൽ മാത്രം പുഴയിൽ മാത്രമേ അത് ഇറക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് എന്നുള്ളത് 6 നോട്ട്സിനും മുകളിലാണ് എന്നുള്ളതാണ്. അതായത് ഒരു മണിക്കൂറിൽ ശരാശരി 10 കിലോമീറ്ററിലധികം വേഗത്തിലാണ് കുത്തൊഴുക്ക് നിലവിലുള്ളത്. വലിയ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഈ ഒരു സംവിധാനം എവിടെ എത്തിച്ചാലും അത് പുഴയിലേക്ക് ഇറക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. പ്രായോഗികമായി നിരവധി തടസ്സങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാവണം കേരള ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ ആ ഒരു മേഖലയിലെത്തി പരിശോധന നടത്തട്ടെ. അതിനുശേഷം മാത്രം ആ ഒരു സംവിധാനം ഇവിടെ എത്തിച്ചാൽ മതി എന്നറിയിച്ചത്. കേരളം വളരെ വേഗത്തിൽ തന്നെ ഇത് എത്തിക്കുമെന്ന ഉറപ്പ് കർണാടകക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അത് എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ രീതിയിൽ ഇനി ആകുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇക്കഴിഞ്ഞ 10ഓളം ദിവസം നമ്മൾ കണ്ടതാണ്. ഈശ്വർ മാൽപ്പെ പോലെയുള്ള ആളുകൾ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തിയിരുന്നു. 12ാമത്തെ ദിവസം വെള്ളത്തിലിറങ്ങി 9ലധികം തവണ മുങ്ങിക്കൊണ്ട് പരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്നിട്ട് പോലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ലോറിയുടെ ഒരു ഭാഗത്തിന് ഏകദേശം 10 മീറ്ററോളം മുകളിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയത് വലിയ രീതിയിൽ തിരിച്ചടിയാണ്. അതിൻ്റെ അടിഭാഗത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നാണ് ഇന്നലെ MLA യും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴയൊന്ന് ശാന്തമായാൽ മാത്രമേ ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നമുക്കിനി പ്രതീക്ഷിക്കാൻ സാധിക്കൂ. അവിടെയുള്ള സംഘങ്ങളൊക്കെ തന്നെ മടങ്ങിയിട്ടുണ്ട്. നാവികസേന, കരസേന, പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, മറ്റ് NDRF, SDRF ഉൾപ്പെടെയുള്ള ദൗത്യസംഘം പൂർണ്ണമായും അവിടെ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സംവിധാനങ്ങൾ എത്തിച്ചേർന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇന്നലെ എങ്ങനെയായിരുന്നു? മഴ പെയ്തിരുന്നോ ഗംഗാവലിയിൽ? ഇന്നലെ രാത്രിയൊക്കെ തന്നെ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ശക്തമായ കാറ്റോടുകൂടിയുള്ള മഴ 2 ദിവസം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മഴയൊക്കെ തന്നെ മാറി നിന്നപ്പോഴും പുഴയിലെ ഒത്തൊഴുക്ക് കുറഞ്ഞിരുന്നില്ല. ശാന്തമായി നമുക്ക് പുറമേ കാണുന്നുണ്ടെങ്കിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുത്തൊഴുക്ക് ഒരു പക്ഷേ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണോ എന്നൊരു സംശയം പോലും ഈശ്വർ മാൽപ്പെ പ്രകടിപ്പിച്ചിരുന്നു. ഗംഗാവലി ആ നിലയിൽ തന്നെയാണ് അരുൺകുമാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു രക്ഷാദൗത്യവുമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം ഗംഗാവലി പുഴയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കർണാടക പറയുന്നതിൽ വസ്തുതയുണ്ട്. മനുഷ്യസാധ്യമായത് അവിടെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവരുടെ സംവിധാനങ്ങൾ നമുക്കറിയാം. മുളവടി ഉപയോഗിച്ചുകൊണ്ട് കയറുകൾ കെട്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം സജ്ജമാക്കി അതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളത്തിലിറങ്ങിയിരുന്നത്. നാവികസേന ഒന്നും തന്നെ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ തയ്യാറായിരുന്നില്ല. അത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും മനുഷ്യസാധ്യമായ പ്രവർത്തനങ്ങളിലൂടെ ഒരുക്കിയ പ്ലാറ്റ്ഫോമിനെ ആശ്രയിച്ചുകൊണ്ട് ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു തവണ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. വീണ്ടും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങിയാൽ അപകടമുണ്ടാക്കുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് പൂർണ്ണമായും
ചോദിച്ചിരുന്നു. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ട്രാഫിക് ഇല്ലല്ലോ അല്ലേ? ബസ്സുകളൊന്നും കടത്തിവിടുന്നില്ല, വലിയ ട്രക്കും ഇപ്പോൾ കടത്തിവിടുന്നില്ല. രാത്രികാലത്ത് മാത്രമാണോ ഷിരൂർ വഴിയുള്ള ഗതാഗതം ഇപ്പോഴുള്ളത്? നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു വിവരമാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ നിയന്ത്രണ വിധേയമായി തുറന്നു കൊടുത്തിരുന്നെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും അടയ്ക്കുന്നൊരു സാഹചര്യം. വഴിമധ്യ നിരവധി സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ട്രക്കുകളും മറ്റു വലിയ വാഹനങ്ങളും തന്നെ മേഖലയിലൂടെ കടത്തിവിടുന്നില്ല. ബൈക്കുകൾ മാത്രമാണ്, ആ ഒരു പ്രദേശവാസികളായ ആളുകളുടെ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കടത്തിവിടുന്നത്. അരുൺകുമാർ, താങ്ക് യു മുബഷീർ. എന്തായാലും മുബഷീർ അവിടെ തുടരുക. ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ ഈ പുഴയിലെ ഒഴുക്ക്, അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രഡ്ജർ കൊണ്ടുവരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് കൂടി കിട്ടിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് മടങ്ങിയാൽ മതി. നമുക്ക് ആ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം.